ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലേക്കുള്ളൊരു യാത്രയാണ് കാണിക്കുന്നത്. ഇത്തവണ നമ്മൾ നാട്ടിൽ പോകുന്നത് കാറിലാണ്. ഒരു 3-4 വർഷത്തിന് മുമ്പേ ഞാൻ സെയിം കാറിൽ പോകുന്നൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിരുന്നു. എല്ലാവരും ഇപ്പോഴും അതിന് കമൻറ്റ് വരുന്നുണ്ട്. അപ്പം നാട്ടിലേക്ക് കാറിൽ പോകുന്നവർക്ക് റൂട്ടൊക്കെ മനസ്സിലാകാനായിട്ട് നമ്മുടെ ആ വ്ളോഗ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും നമ്മൾ കാറിലാണ് പോകുന്നത്. 2 ദിവസത്തെ യാത്രയായിരിക്കും. നാളെ രാവിലെ 4 മണിക്ക് ഇറങ്ങിയാൽ രാത്രി ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് മാംഗ്ലൂരാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാക്കിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാടൊന്നും കൊണ്ടുപോകുന്നില്ല, നമ്മൾ ഒരാഴ്ചത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനുള്ളതും വീട്ടിലിടാനുള്ളതുമായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ, ആകെ ഈ പെട്ടിക്കകത്തുള്ള ഡ്രസ്സുകൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഒരു പെട്ടിയും കൂടെ ആവശ്യമുണ്ട്. നമ്മൾ നാളെ മാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം അവിടെ ഹോട്ടലിൽ നമ്മൾ ചെന്നിട്ട് ഫ്രഷപ്പ് ആയതിനു ശേഷം ഇടാൻ വേണ്ടിയിട്ട് അത് വേറൊരു പെട്ടിക്കകത്തോട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം എളുപ്പമുണ്ടല്ലോ, ഇത് കാറിൽ തന്നെ വെച്ചാൽ മതി, നാട്ടിൽ പോകുമ്പോൾ എടുക്കാം. മറ്റേ ചെറിയ പെട്ടി എടുത്തുകൊണ്ട് നമുക്ക് ഹോട്ടലിൽ പോകുമ്പോൾ അതെടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. ഏകദേശം പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ഈ ഭാഗത്തും കുറച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഉണ്ട്. അങ്ങനെ പാക്കിംഗ് ഒക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലൊരു പൗച്ച് എടുക്കുന്നുണ്ട്. ഈ പൗച്ചിനകത്ത് സൺസ്ക്രീൻ, ഒരു സെറം, പിന്നെ ഒരു മോയ്സ്ചറൈസ് ക്രീം, പിന്നെ എൻ്റെ കണ്ടീഷണർ, ഷാമ്പു ഞാൻ ഇപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടില്ല, അതും കൂടി ഇതിനകത്തോട്ട് വെക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്, അതെല്ലാം കൂടി ഇതിനകത്ത് കണ്ട ഈ ഒരു ഭാഗത്ത് അത് വെക്കണം. മേക്കപ്പ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല. ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്, ലിപ് ബാം, ഐലൈനർ, പിന്നെ കാജൽ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഈ ഒരു സ്ഥലത്തോട്ട് വെക്കാം. കാരണം നമുക്ക് ഹോട്ടലിൽ പോകുമ്പോഴാണെങ്കിലും എടുക്കാൻ എളുപ്പമുണ്ട്. ഈ ഒരു പൗച്ച് അങ്ങ് എടുത്താൽ മതി. നമ്മളൊരു പെട്ടി കൂടെ എക്സ്ട്രാ എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതിനകത്തോട്ട് ഇത് വെക്കാം. അതുകൊണ്ട് എളുപ്പമുണ്ട് എടുക്കാനായിട്ട്. പിന്നെ ബിന്ദിയുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഇയറിങ്സ് ആണ്. വേണ്ടോ, ഇത് ഒരുപാടൊന്നും എടുക്കുന്നില്ല, കുറച്ച് എനിക്ക് ഒരു 2-3 എണ്ണം എടുക്കാം, മാറിയും തിരിഞ്ഞ്. ഒരുപാട് ദിവസമൊന്നുമില്ലല്ലോ, 6-7 ദിവസമല്ലേ ഉള്ളൂ. വേണ്ടേ, ഇതൊക്കെ ഇടുമ്പോൾ അമ്മ പറയും, മോളെ ഒരുപാട് വലുതല്ലേ, കാതിർന്നു പോവും. പക്ഷേ ഇത് വെയിറ്റ് ഇല്ല കേട്ടോ, വെയ്റ്റ്ലെസ് ആണ്. കാണുമ്പോൾ വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ, വെയ്റ്റ്ലെസ് ആണ്. അങ്ങനെ 1-2 ഇയറിങ്സ് എടുക്കുന്നുണ്ട്, അതും ഇതിനകത്ത് വെക്കണം. പിന്നെ ഞാൻ ഇതുപോലൊരു ഡയറി എടുക്കുന്നുണ്ട്, ഒരു പേനയും. ഇതിനകത്ത് നമുക്ക് യാത്രയിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ കാണും, എന്തെങ്കിലും നോട്ട്സുകൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് എഴുതാൻ കാണും. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് ചിലപ്പോൾ ഞാൻ മറന്നു, നമ്മൾ ഒരുപാട് സ്ഥലത്തിൽ കൂടെ പോവല്ലേ. പിന്നെ ടോളിൻ്റെ റേറ്റ്, അതുപോലെ പെട്രോൾ അടിച്ചതിൻ്റെത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനായിട്ടുള്ളതാണിത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമ്മൾ കേരളത്തിലൊക്കെ കാറിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇതിൻ്റെ ടോളിൻ്റെ റേറ്റും പെട്രോളിൻ്റെത്, അങ്ങനെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു അത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഉപയോഗം ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഞാനൊരു പെർഫ്യൂം എടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടിയത് എൻ്റെ ഷെയ്ഡ്സാണ്. ഞങ്ങൾ 4 പേരും ഷെയ്ഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് മസ്റ്റായിട്ട് ഇത് ഇല്ലാണ്ട് പറ്റില്ല. കാരണം സൺലൈറ്റ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ അന്നേരം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും. ഇതില്ലാതെ എനിക്ക് പറ്റത്തേയില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മരുന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് മരുന്ന്. നമുക്ക് ടാബ്ലറ്റ്സുകൾ എടുക്കണം. ഏതൊക്കെയാണ്? കോൾഡിൻ്റെത്, ലൂസ് മോഷൻ, ഛർദിൽ, പിന്നെ മൂവിൻ്റെ ഒരു സ്പ്രേ എടുത്തേ പറ്റൂ. കാരണം കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുമല്ലേ, എന്തെങ്കിലും ഒരു പെയിനോ ബാക്ക് പെയിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു മൂവിൻ്റെ സ്പ്രേയും ഞാൻ എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പാർട്ട് 1, പാർട്ട് 2 ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. നാളെ രാവിലെ 4 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. രാത്രി ഒരു 7-8 മണിയാകുമ്പോഴത്തേക്ക് മാംഗ്ലൂർ എത്തുമായിരിക്കും, അവിടെ സ്റ്റേ ചെയ്യും. അടുത്ത ദിവസം നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക്. അപ്പം പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ഒരു തവണ കൊണ്ട് തീർക്കാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ പാർട്ട് 1-ൽ തീർക്കും. എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ചേട്ടൻ വണ്ടിയൊക്കെ ഒന്ന് സർവീസ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. നിങ്ങൾക്കും ഞങ്ങളെ കൂടെ വരാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ കൃത്യം 3 മണിയായപ്പോൾ എഴുന്നേറ്റു. കാരണം നമുക്ക് 4 മണിക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. എഴുന്നേറ്റു എന്ന് പറയാനാണെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എവിടെയെങ്കിലും യാത്ര പോകാനാണെങ്കിൽ അങ്ങനെ ഉറക്കം വരാറില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷം കൊണ്ടാണോന്ന് അറിയില്ല, ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ടൈം 4 മണിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലഗേജ് എല്ലാം ഡിക്കിയിൽ വെച്ചു, പിന്നെ കാർ ബെഡ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ റെഡിയായി നേരെ കാറിൽ കയറിയാൽ മതിയായിരുന്നു. ഇനി നമുക്ക് യാത്ര തുടരാം.
പൂനെയിൽ നിന്നും മാംഗ്ലൂരിലേക്ക് നമ്മൾ പോകുന്ന റൂട്ട് ഏതാണെന്ന് പറയാം. പൂനെയിൽ നിന്ന് നേരെ സത്താറ, പിന്നെ കോലാപ്പൂർ, ബെൽഗാവ്, ധാർവാഡ്, ഗോകർണം, ഉടുപ്പി, മാംഗ്ലൂർ. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. ഇതല്ലാതെ ഒരു റൂട്ട് കൂടിയുണ്ട്, ബാംഗ്ലൂർ ചെന്നിട്ട് ചെന്നൈ വഴി കേരളത്തിലേക്ക്. ചിലപ്പോൾ തിരിച്ചു വരുന്നത് നമ്മൾ ആ റൂട്ടിലൂടെ ആയിരിക്കും. ഇപ്പം നമ്മൾ മാംഗ്ലൂർ സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് ടോൾ എത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ അവസാനം പറയാം ആകെ എത്ര ടോൾ ഉണ്ടായിരുന്നെന്നും ടോട്ടൽ ടോളിന് എത്ര രൂപയായിട്ടുണ്ടായിരുന്നെന്നും ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ കാറിൽ കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും നല്ല ഉറക്കമായിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദൂരമുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഞങ്ങൾ കാർ ബെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കാർ ബെഡ്. അപ്പോൾ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ അവർക്ക് കിടക്കുകയോ കാൽ നീട്ടിയിരിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ദൂരയാത്രയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കാർ ബെഡ് മേടിക്കാം. ഞങ്ങൾ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. രാവിലെ 4 മണിയായപ്പോൾ തന്നെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ മെയിനായിട്ട് തന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പാടില്ല, ഞാൻ ഉറങ്ങാതെ ചേട്ടനെ ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചേട്ടന് ബോറിംഗ് ആയിരിക്കും, വണ്ടി ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇതാണ്ട് വണ്ടി കയറിയതിന് ശേഷം ഒരു തവണ കൂടെ വിളിച്ചു, മോളെ എപ്പോഴും ശ്രദ്ധിച്ചോണം, അച്ഛന് ഇച്ചിരി ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ അങ്ങാണോ ഒന്ന് ഉറങ്ങിപ്പോയാൽ അതുപോലെ ചേട്ടന് ക്ഷീണം വരുമോ, ചേട്ടന് ഉറങ്ങുമോ എന്നൊക്കെ വെച്ചിട്ട്. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല, ചേട്ടനും അതുപോലെയാണ്, ഉറങ്ങിയിട്ടില്ലായിരുന്നു. 3 മണിയായപ്പോൾ എഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും ചെറിയ ടെൻഷനുണ്ട് ഞങ്ങൾ ഉറങ്ങിപ്പോകുമോ എന്നുള്ളത്. ഇവിടെ സത്താറയ്ക്കും കരാടിനും ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിൽ റോഡ് പണി നടക്കുന്നുണ്ട്. എന്നാലും റോഡ് ബ്ലോക്കൊന്നുമല്ല, ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കും, ഇനിയിപ്പം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്ലോക്ക് ആയിരിക്കുമോ എന്നറിയില്ല. ഇവിടെ ദീദിയും ബദ്രിയൊക്കെ ഉറക്കം എഴുന്നേറ്റു, അവർ നല്ല ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാട്ടും ബഹളമൊക്കെ ആയിട്ടൊരു ടൂർ മൂഡിലാണ് എല്ലാവരും. അപ്പം പാട്ടിട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ദീദി കൂടെ പാടുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോവില്ലേ, ആ ഒരു മൂഡിലാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റത് കൊണ്ടാണോന്നറിയില്ല, നല്ലതുപോലെ വിശക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും കാണുവാണെന്നെങ്കിൽ നിർത്തണം. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രാധാകൃഷ്ണ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ട്. ഇത് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്, കാർ പാർക്ക് ചെയ്യാനൊക്കെ നല്ലൊരു ഏരിയ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത് തന്നെ. നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, 2-3 ടേബിളിലുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പ്ലെയിൻ ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് വരാനായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് ചായക്ക് തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ പ്ലെയിൻ ദോശയും ചായയുമാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, ഇനി പെട്ടെന്ന് കഴിക്കുക. ഇപ്പോൾ 7:15 ആയിട്ടുണ്ട്, പെട്ടെന്ന് കഴിച്ചിട്ടിറങ്ങണം. എന്നിട്ട് നോക്ക്, നമ്മൾ വന്ന സമയത്ത് 2-3 ടേബിളിൽ മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഹാള് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് ഏരിയ ഇവിടെ മാത്രമല്ല ബാക്ക് സൈഡിലും ഉണ്ട്, അതെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ഇഷയാണ് പാട്ടിൻ്റെ സെക്ഷൻ മൊത്തവും നോക്കിക്കൊണ്ടിരുന്നത്. അവളിങ്ങനെ മാറി മാറി ട്രെൻഡിങ് സോങ്സുകളെല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൾക്ക് ഇത്രയും പാട്ട് അറിയാമെന്നുള്ളതും. അതിൻ്റെ ലിറിക്സൊക്കെ കറക്റ്റായിട്ട് പാടുന്നുണ്ട്. മലയാളം സംസാരിക്കുമ്പം ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പക്ഷേ പാട്ടിൻ്റെ വരികൾക്ക് ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് അവൾ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഇങ്ങനെ പാട്ടൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു ജോളി ട്രിപ്പായിരുന്നു ഇത്. ആർക്കും ഒരു മൂഡ് ഓഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പാട്ടൊക്കെ കേട്ട് നല്ല എൻജോയ് ചെയ്താണ് നമ്മളെ യാത്ര ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. 9:20 ആയപ്പോഴേക്കും നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ബെൽഗാവ് ഡിസ്ട്രിക്റ്റാണ്. ഇനിയുള്ള നമ്മുടെ യാത്ര കർണാടകയിലൂടെയാണ്. അപ്പോൾ നമുക്ക് കർണാടകയിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം.
ഇവിടെ കർണാടകയിലും റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും എങ്ങും ബ്ലോക്കുകളൊന്നും ഇല്ലാതെ വണ്ടി സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇതുപോലത്തുള്ള റോഡുകൾ കാണുമ്പോൾ ചേട്ടൻ എപ്പോഴും പറയും കേട്ടോ, കേരളം വരെ ഇതുപോലത്തെ റോഡായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിലെത്താം, നല്ല സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും, എന്തുകൊണ്ടും നല്ലതാണെന്ന്. പക്ഷേ ഒരു 4-5 വർഷം കൊണ്ട് നമ്മളുടെ ഇന്ത്യയിലുള്ള റോഡുകളെല്ലാം ഇതുപോലെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങി. ഇനി ലഞ്ച് കഴിക്കാനായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ നിർത്തണം. ഇപ്പം നമ്മൾ ധാർവാഡ് ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 10 കിലോമീറ്ററോളം ഉണ്ട് ധാർവാഡിലേക്ക്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എവിടെയെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ നിർത്തണം. ഇവിടുന്ന് ധാർവാഡ് സിറ്റിയിലേക്ക് 8 കിലോമീറ്ററാണുള്ളത്. പക്ഷേ ധാർവാഡ് വരെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ടേൺ ചെയ്തേണ്ട ആ ലോറി പോകുന്നില്ലേ, ആ ലോറി പോകുന്ന ആ ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നേരെ പോകുമ്പോൾ ധാർവാഡാണ്. നമ്മൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്താണ് പോകുന്നത്. ഇവിടെ ഈ ടേണിങ്ങിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകാനായിട്ടാണ് നമ്മുടെ പ്ലാന്. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. ഇഷയ്ക്ക് കാറി വെച്ച് നല്ല തുമ്മലുണ്ടായിരുന്നു, അതുപോലെ ചെറിയ കോൾഡും ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനുള്ള മരുന്ന് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി അത് കൊടുക്കണം. അപ്പോൾ ഈ തുമ്മലിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരും, എന്നാലും കാറി കിടന്ന് ഉറങ്ങാമല്ലോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗുളിക കഴിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഫുഡിൻ്റെ ഓർഡർ എടുക്കാനായിട്ട് ആൾ വന്നു. വലിയ ഹോട്ടലാണെങ്കിലും ഒരാൾ മാത്രമേ ഉള്ളൂ ഓർഡർ എടുക്കാനും സെർവ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ആളെത്തിയത്. അപ്പോൾ നമ്മൾ 2 മസാല പാപ്പടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടറായിട്ട്. പിന്നെ വെജ് കറിയാണ് ഓർഡർ ചെയ്തത്. വെജ് കറിയും അതുപോലെ ചപ്പാത്തിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് രാവിലത്തെ ഫുഡും ഇപ്പോഴത്തതും ലഞ്ചിനുള്ളത് നല്ല സൂപ്പർ ഹോട്ടലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഇനി ഇവിടെ നിന്നൊരു 355 കിലോമീറ്റർ ഉണ്ട് മാംഗ്ലൂരിലേക്ക്. നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലിലെ ലൊക്കേഷൻ ഇട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. മാംഗ്ലൂർ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമ്മൾ കേരളത്തിലേക്ക്. ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇനി ഒരു 357 കിലോമീറ്റർ ഉണ്ട്. ഇനി സ്റ്റേറ്റ് ഹൈവേ കൂടാണ് പോകുന്നത്. ഞാനൊരു ഡീറ്റെയിൽസൊക്കെ ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട്. ഹുബ്ലി ചെല്ലേണ്ട ആവശ്യമില്ല, ഹുബ്ലി വരെ പോകേണ്ട ആവശ്യമില്ല. ധാർവാഡ് എത്തുന്നതിന് മുമ്പേ നമ്മൾ ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാനായിട്ട് ഒരു പമ്പിൽ കയറിയിട്ടുണ്ട്. രാവിലെ നമ്മൾ 3300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡാണ് അടിക്കുന്നത്. 2699 രൂപയ്ക്കാണ് നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചത്. ഇനി അങ്ങോട്ട് സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് നമ്മൾ പോകുന്നത്. മൊത്തം ഫോറസ്റ്റാണ്. 1-2 പമ്പുകൾ കൂടിയേ അതിൻ്റെ ഇടയ്ക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഇടയ്ക്ക് വെച്ചെങ്ങാനും എന്തെങ്കിലും പെട്രോൾ തീരുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് ഇവിടുന്ന് ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. ഇനി ഒരു 173 കിലോമീറ്ററോളം നമ്മൾ സ്റ്റേറ്റ് ഹൈവേ കൂടെയാണ് പോകുന്നത്. ദാണ്ട് ഈ കാണുന്ന കുറച്ച് റോഡുകൾ മാത്രം മെറ്റിൽ നിരത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള റോഡുകളെല്ലാം നല്ല അടിപൊളി റോഡുകളാണ്, നല്ല സൂപ്പറാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ കാറിൽ വന്നപ്പോൾ ഈ റോഡിൽ വെച്ചിട്ടാണ് നമുക്കുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ടായത്. റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അതുപോലെ മോന് ഛർദിലും ക്ഷീണവും ഒക്കെ ഉണ്ടായി. അവൻ തുടർച്ചയായിട്ട് അങ്ങ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടതായിട്ട് വന്നു. അതുപോലെ ഒരു 4 മണിക്ക് മുന്നേ നമുക്ക് ഈ സ്റ്റേറ്റ് ഹൈവേ കഴിയണം. ഇരുട്ടായി കഴിഞ്ഞാൽ ഒരു ഹെൽപ്പിന് പോലും ഒരാളും കാണത്തില്ല. എന്തെങ്കിലും ഒരു വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനും ആരും കാണത്തില്ല. മൊത്തം ഫോറസ്റ്റ് ഏരിയയാണ്. അതുകൊണ്ട് 4 മണിക്ക് മുന്നേ നമുക്ക് ഈ റോഡ് കഴിയണം, ഈ ഒരു സ്റ്റേറ്റ് ഹൈവേ കഴിയണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റോഡിലൂടെ പോകുമ്പോൾ ധാരാളം സൈൻ ബോർഡുകൾ കാണാൻ പറ്റും. വന്യമൃഗങ്ങളുണ്ട്, സൂക്ഷിച്ചു പോകുക എന്നുള്ള സൈൻ ബോർഡുകൾ ധാരാളം കണ്ടു. പുലിയും മാന്, കരടി എന്നിവയൊക്കെ ഉണ്ടെന്നുള്ള സൈൻ ബോർഡുകളായിരുന്നു അതെല്ലാം. പക്ഷേ ഞങ്ങൾ ധാരാളം കുരങ്ങന്മാരെ കണ്ടു. മറ്റ് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല.
ഞങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒന്ന് നിർത്തി ഒരു 5 മിനിറ്റ് ഇവിടെ ബ്രേക്ക് എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓരോ 3 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ചേട്ടൻ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഒന്ന് ബ്രേക്ക് എടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് ക്ഷീണമില്ലെങ്കിലും വണ്ടി കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് നിർത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഓടിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ 3 മണിക്കൂറൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിർത്തി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. വന്ന വഴിയിലൊന്നും അങ്ങനെ വീടുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി വരാമെന്ന് വിചാരിച്ചതാണ്. കണ്ടിന്യൂസ് ഇങ്ങനെ ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 1-2 വീടുകളൊക്കെ പരിസരത്ത് കണ്ടു. അപ്പോൾ നമുക്ക് സേഫ് ആണെന്ന് തോന്നിയിട്ടാണ് ഞങ്ങളവിടെ വണ്ടി നിർത്തിയത്. നമ്മളിവിടെ ഒരു കോഫി ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട് ചായ കുടിക്കാനായിട്ട്. ഞങ്ങൾക്ക് ഈ യാത്രയിലുണ്ടായ ഏക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ചായ പ്രശ്നം മാത്രമാണ്. ഞാനും ചേട്ടനും മോനും ചായ കുടിക്കില്ല. ബദ്രിമോന് ഞങ്ങളിപ്പോൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ബ്ലാക്ക് ടീ ആണ് ഓർഡർ ചെയ്തത്. ഇഷയ്ക്ക് ചായ ഓർഡർ ചെയ്തു. പക്ഷേ ഇഷയുടെ ചായ വന്നാലും ഞങ്ങളുടെ ബ്ലാക്ക് ടീ വരാൻ വളരെ താമസമാണ്. എല്ലാ ഷോപ്പിലും ഇതാണ്. പിന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് ചായ ആക്കും. ചായ കുടിക്കൽ നിർത്തിയത് കൊണ്ടാണ് വീണ്ടും അത് തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു പക്ഷേ ബ്ലാക്ക് ടീ കിട്ടിയാലും ഒട്ടും ടേസ്റ്റും കാണില്ല. എങ്ങനെയെങ്കിലും കുടിച്ചിട്ട് എഴുന്നേൽക്കുക, അത് തന്നെയുള്ളൂ വഴി. അപ്പോൾ ഞങ്ങളിപ്പം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് താമസം എടുക്കുന്നുണ്ട്. ഒരു ചായക്ക് ഓർഡർ ചെയ്തിട്ട് വരാൻ താമസമാണ്. ഇതുപോലുള്ള കടകളിൽ കയറുമ്പോഴാണ് നമ്മൾക്ക് ടൈം, നമ്മുടെ കാൽക്കുലേഷൻ മൊത്തവും തെറ്റുന്നത്. കർണാടകയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഹോണടി വളരെ കുറവാണ്. എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. ഒരു പക്ഷേ ഓവർടേക്ക് ചെയ്യുമ്പോഴോ മറ്റെന്തെങ്കിലും സിഗ്നൽ കാണിക്കണമെന്നുണ്ടെങ്കിലോ അവർ ലൈറ്റ് ഇട്ടിട്ടാണ് സിഗ്നൽ തരുന്നത്. എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മാംഗ്ലൂർ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്, അടിയാർ പ്ലാസയിൽ. നല്ലൊരു ഹോട്ടലാണിത്. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇതിന് ഓപ്പോസിറ്റ് ഒരു ന്യൂറോ ഹോസ്പിറ്റലുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ന്യൂറോ ഹോസ്പിറ്റലാണ്. അവിടെ വരുന്ന പേഷ്യൻസും അതുപോലെ ബൈസ്റ്റാൻഡേഴ്സും എല്ലാം ഇവിടെയാണ് റൂം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റൂം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓൺലൈനിൽ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് റൂം കിട്ടി നമ്മുടെ ഭാഗ്യത്തിന്. ഇവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ 1-2 പേര് വന്ന് റൂം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓൺലൈനിൽ എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ബുക്കിംഗ് ആയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നല്ല വൃത്തിയൊക്കെയുള്ള നല്ലൊരു ഹോട്ടലാണ്. ഇനി നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷം ഡിന്നർ കഴിക്കാനായിട്ട് പോകണം. ഇവിടെ ഡിന്നറില്ല, നമുക്ക് പുറത്തു പോയി കഴിക്കണം. ഒരുപാട് ദൂരെയൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ പോയി കഴിക്കാം. വേറെ ഓപ്ഷനൊന്നും ഇല്ല. ഇനിയിപ്പം ഫുഡ് കഴിക്കാനായിട്ട് ദൂരോട്ടൊന്നും പോകാൻ വയ്യ, നല്ല റെസ്റ്റോറൻറ്റ് തിരക്കി പോകാനൊന്നും മേല. അപ്പോൾ താഴ്ന്ന് തന്നെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആകാം. അതിന് മുന്നേ ഞാൻ ഹോട്ടലൊക്കെ ഒന്ന് കാണിച്ചു തരാം, നമ്മൾ റൂംസൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നല്ലൊരു ബെഡുണ്ട്, അതുപോലെ 2 ചെയർ, ഒരു കുഞ്ഞ് ടേബിള് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കെറ്റിലിരിപ്പുണ്ട്, ഷുഗർ, കോഫി പൗഡർ, 2 ബോട്ടിൽ വെള്ളം, അങ്ങനെ എല്ലാം ഒരു ഹോട്ടൽ റൂമിലേക്കുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇവിടെ ബദ്രി ഇഷയും കൂടെ AC ഓൺ ചെയ്യുകയാണ്. നല്ല സൂപ്പർ ഒരു ബെഡാണുള്ളത്. എത്രയും പെട്ടെന്ന് ആഹാരം കഴിച്ചിട്ട് കിടക്കണം, അത്രയ്ക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ ചേട്ടൻ ഫ്രഷ് ആവാൻ പോയ സമയത്തിന് ഇവിടെ കാർട്ടൂൺ കണ്ടു തുടങ്ങി. ബദ്രിക്കാണെങ്കിൽ ഒരു ദിവസം കാർട്ടൂൺ കാണാതെ ജീവിക്കാനേ പറ്റില്ല. എന്തായാലും ഇവിടെ ഹോട്ടലിൽ അതിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അവർ കാർട്ടൂൺ കാണാൻ തുടങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് വന്ന് പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇനി താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ഇവിടെ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം.
നമ്മൾ പനീർ മസാലയും ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. ഇത് വെജ് റെസ്റ്റോറൻ്റ് ആണ്. ബദ്രി മോൻ ഇത്തിരി വിഷമത്തിലാണ്. നോൺ വെജ് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് ബദ്രി വന്നത്. പക്ഷേ ഇത് വെജ് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് അവൻ ഇച്ചിരി വിഷമത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങണം. കാരണം നാളെയും ഇതുപോലെ തന്നെ 3 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 4 മണിക്ക് നമുക്ക് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 2-നായിട്ട് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പാർട്ട് 2-മായി ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.